ഈ പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ തെലുഗു മീം പേജുകളിൽ അണ്ണനോടുള്ള സ്നേഹം മൂത്ത് ഫാൻസുകാർ തന്നെ ആളുടെ ഇൻട്രൊഡക്ഷന്റെയും മറ്റു ചില സീനുകളുടെയും തിയേറ്റർ ക്ലിപ്സ് എടുത്ത് അതേപടി ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഫോർ ദാറ്റ് ഈ സിനിമയുടെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഭയങ്കര ഹെവി വെയിറ്റ് ആയിട്ടുള്ള പാൻ ഇന്ത്യൻ സിനിമകൾ മാത്രം ചെയ്യുന്ന പ്രഭാസ് എന്ന നടന്റെ വക അതുപോലൊരു സ്റ്റാർഡത്തിന്റെ ബാഗേജ് ഇല്ലാതെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതായിരുന്നു. പ്രഭാസ് അങ്ങനെയുള്ള ഒരു സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനെ ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഒരു പ്രതീക്ഷയാക്കി മാറ്റിയെന്ന് മാത്രം. ആന്ധ്രാപ്രദേശിന്റെ ഏതോ ഒരു ഭാഗത്തുള്ള സാധാരണ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചും അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില രസകരമായ പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞു പോകുന്ന നല്ലൊരു കളർഫുൾ എന്റർടൈനർ. ഇങ്ങനെയായിരിക്കും ഈ സിനിമ എന്നായിരുന്നു ഇതിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ എനിക്കുണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ. പക്ഷേ ഈ പടത്തിൽ ഇദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീനിന്റെ ആ ഒരു ക്ലിപ്പ് കണ്ടതോടൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇന്നലെ യാഷിന്റെ ടോക്സിക് എന്ന സിനിമയെക്കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവർക്കൊന്നും ഇനിയൊരു തിരിച്ചുപോക്കില്ല. കഥാപാത്രം ഒരു സാധാരണക്കാരനാണെങ്കിലും അയാൾ കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അസാധാരണത്വം വേണം എന്ന നിലയിലാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതും അത് ചിത്രീകരിക്കുന്നതും. സോ ഈ പാൻ ഇന്ത്യൻ താരപദവി എന്ന് പറയുന്നത് അതൊരു ബാധ്യത തന്നെയാണ്.